ഹലോ, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളെല്ലാവരും കൂടി നമ്മുടെ കുടുംബ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. കുടുംബ വീടെന്ന് പറഞ്ഞാൽ ചേട്ടൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ. ചേട്ടൻ്റെ വീട് പള്ളുരുത്തിയിലാണ്. ഹായ്, ഇത്തിരി തിരക്കിട്ട പണിയാണേ. അടിപൊളി സാമ്പാർ ഉണ്ടായിക്കൊണ്ടിരിക്കുക. ഹലോ കൂട്ടുകാരെ, ഹലോ. നമ്മളെ വ്യൂവേഴ്സ് അച്ചായത്തിയുടെ സാമ്പാർ കഴിച്ചെന്ന് പറഞ്ഞു. അപ്പൊ ജയന്റമ്മയുടെ വ്യൂവേഴ്സ് കാണട്ടെ നമ്മുടെ സാമ്പാർ. ഇത് ചേട്ടൻ്റെ രണ്ടാമത്തെ പെങ്ങളുടെ മൂത്ത മോളും മരുമോനാണ് കേട്ടോ. പേര് രമ്യ എന്നാണ്. ഹസ്ബൻഡിൻ്റെ പേര്, അതായത് മരുമോൻ്റെ പേര് ജോമോൻ എന്നാണ്. രമ്യ ഇപ്പോൾ സോഫിയ എന്നാണ് കേട്ടോ അറിയപ്പെടുന്നത്. ഇവർക്കൊരു ചാനലുണ്ട് കേട്ടോ. എന്നെപ്പോലെ എല്ലാം നല്ല ഫേമസ് ആയൊരു ചാനലാണ്. മോണിറ്റൈസേഷനൊക്കെ ആയതാണ്. ഇവർ ഇപ്പോൾ ഫോക്കസ് ചെയ്യുന്നത് ഫേസ്ബുക്കിലാണ് കേട്ടോ. നല്ല നല്ല വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ കുറേ നേരം അപ്പോൾ രാവിലെയാണ് കേട്ടോ ഞങ്ങൾ അവിടെ ചെന്നത്. ഒരു 11:30 ആയപ്പോഴായിരുന്നു. പിന്നെ രാത്രിയിലത്തെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ കിടന്നത് ഒരുപാട് വൈകി ആയതുകൊണ്ട് എഴുന്നേറ്റതും വൈകിയാണ് കേട്ടോ. അപ്പോൾ രമ്യ അവിടെ കുക്കിങ്ങിലാണ്. ദോശയും സാമ്പാറും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞിരുന്നു. കുഞ്ഞുങ്ങളും ഇതെല്ലാം കളിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ രമ്യയ്ക്കും ജോമോനും 3 മക്കളാണ്. ഇത് രണ്ടാമത്തെ മോനാണ് കേട്ടോ. പേര് ഇമ്മാനുവൽ എന്നാണ്. ഇവർ വീഡിയോയിൽ ഇവർ രണ്ടുപേരും 3 കുട്ടികളും ഫേമസ് ആണ് കേട്ടോ. ഫേമസ് താരങ്ങളാണ്. പിന്നെ ഇത് ഇളയ കുഞ്ഞാണ് കേട്ടോ. പേര് അന്ന എന്നാണ്. പിന്നെ തൊട്ടടുത്തിരിക്കുന്നത് കുഞ്ഞിനെ എടുത്തുകൊണ്ടിരിക്കുന്നത് മൂത്ത മോളാണ്. റോസ് എന്നാണ് കേട്ടോ പേര്. അപ്പം ഞങ്ങളിങ്ങനെ ചാനലിനെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്കറിയാൻ പാടില്ലാത്ത കുറേ കാര്യങ്ങളൊക്കെ ജോമോൻ പറഞ്ഞു തന്നു. വീഡിയോയിൽ വേണ്ട കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു കേട്ടോ. പിള്ളേരാണെങ്കിൽ കളിച്ചുകൊണ്ടിരിക്കുവാണ്. ഇവർ ജോമോൻ വീട്ടിലുള്ളപ്പോൾ വീട്ടുജോലിയിലെല്ലാം രമ്യനെ സഹായിക്കും കേട്ടോ. രമ്യ എന്നല്ല ഇപ്പോൾ അവൾ അറിയപ്പെടുന്നത് സോഫി എന്നാണെങ്കിലും എൻ്റെ വായിൽ രമ്യ എന്നേ വരുള്ളൂ. കാരണം എന്നെ കല്യാണം കഴിച്ചുകൊണ്ട് ആ വീട്ടിൽ പോയപ്പോൾ രമ്യയ്ക്ക് ആകെ 2 വയസ്സുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ മുതൽ രമ്യ എന്ന് വിളിച്ച് എൻ്റെ വായിൽ അങ്ങനെ വരുള്ളൂ കേട്ടോ. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടി ഷെയർ ചെയ്താണ് പരസ്പരം ഹെൽപ്പ് ചെയ്തുകൊണ്ടാണ് കേട്ടോ വീട്ടുജോലികളെല്ലാം ചെയ്യുന്നത്. കുക്കിങ്ങിനാണെങ്കിലും ബാക്കി എല്ലാ ജോലിയിലും ജോമൻ അവളെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ നല്ലൊരു ഫാമിലിയാണ് കേട്ടോ. പരസ്പരം ഹെൽപ്പ് ചെയ്തും അങ്ങനെ. അപ്പോൾ ജോമോൻ്റെ അപ്പനും അവിടെ ഉണ്ട് കേട്ടോ. പുള്ളി വീഡിയോയിൽ വന്നില്ല. അപ്പനുണ്ട്, അനിയനുണ്ട്. അങ്ങനെ ദോശയൊക്കെ റെഡിയായി വന്നപ്പോഴേക്കും ഞങ്ങളിത് കഴിക്കാനിരുന്നു. അപ്പോൾ ഇവളുടെ കുക്കിങ്ങിനെ കുറിച്ച് പറയാതിരിക്കാൻ വയ്യ കേട്ടോ. ഇവളുടെ ദോശയാണെങ്കിൽ നല്ല സോഫ്റ്റായിരുന്നു. അതേപോലെ തന്നെ സാമ്പാർ അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിള്ളേർക്കും ഇഷ്ടമായി കേട്ടോ. കുഞ്ഞുങ്ങൾക്കും പീലിമോൾക്കും നമ്മുടെ കുഞ്ഞുവാവക്കും ഇഷ്ടമായി. അങ്ങനെ ഞങ്ങൾ വർത്താനമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന് ഫുഡ് കഴിച്ചു. പിന്നെ ഞങ്ങൾ കുളിയൊക്കെ കഴിഞ്ഞ് പിള്ളേരെയും കുളിപ്പിച്ച് വന്നപ്പോഴേക്കും ഊണ് റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഊണിന് സാമ്പാർ, ഉള്ളിത്തീയൽ, അച്ചാർ, പപ്പടം ഇതെല്ലാം കൂട്ടി ഞങ്ങൾ ഊണ് കഴിച്ചു. അതൊക്കെ കഴിഞ്ഞ് 4 മണിയായപ്പോഴേക്കും ഞങ്ങൾ അവിടെ നിന്ന് അടുത്ത വീട്ടിലേക്ക് പോകാനായിട്ട് യാത്ര ചെയ്യട്ടോ. അപ്പോൾ എല്ലാവരും ടാറ്റയൊക്കെ പറഞ്ഞ് ഞങ്ങൾ പോവുകയാണ്. ഇവിടുന്ന് ഞങ്ങൾ നേരെ പോകുന്നത് തറവാട്ടിലേക്കാണ് കേട്ടോ. തറവാട്ടിൽ ഇപ്പോൾ താമസിക്കുന്നത് ഏറ്റവും ഇളയ അനിയനും ഭാര്യയുടെ മോനും പിന്നെ ഭാര്യയുടെ അമ്മയും കൂടിയുണ്ട് കേട്ടോ. പിന്നെ ഏറ്റവും ഇളയ അനിയത്തി പെങ്ങളും കൂടി താമസിക്കുന്നുണ്ട്. ഇപ്പോൾ അവരവിടെ ഇല്ല. ഇപ്പോൾ അവർ കൊച്ചിയിൽ വാടകയ്ക്ക് താമസിക്കുകയാണ് കേട്ടോ. അങ്ങനെ അപ്പോൾ പിന്നെ രണ്ടാമത്തെ അനിയൻ്റെ വീട്ടിൽ ഇന്നലെ രാത്രി ഞങ്ങൾ കയറിയിട്ടുണ്ടായിരുന്നു. അവിടെ ചെന്നതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ, മറന്നുപോയി. അപ്പോൾ അവൻ്റെ പേര് പ്രതാപൻ എന്നാണ്. വൈഫിൻ്റെ പേര് സുലോചന. ഒരു മോളാണ് കേട്ടോ ഉള്ളത്. പേര് വിഷ്ണുപ്രിയ. അപ്പോൾ ഞങ്ങൾ തറവാട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ അനിയൻ്റെ ഭാര്യയും മോനാട്ടോ ആയിരിക്കുന്നത്. പേര് വൈഷ്ണവ് എന്നാണ്. 2ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. പിന്നെ അനിയത്തിയുടെ അമ്മയും കൂടി ഉണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ ഇരുന്ന് കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞ് ചായയും കുടിച്ചു.
കപ്പത്തും മൈസൂർ പാക്കൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും അടുത്ത് വിളി വന്നു. അതായത് രമ്യയുടെ അനിയത്തിയാണ് കേട്ടോ വിളിച്ചത്. അപ്പോൾ രമ്യയുടെ അമ്മയുടെ വീട്ടിലേക്കാണ് ഇപ്പോൾ ഞങ്ങൾ വന്നിരിക്കുന്നത്. അവിടെ രമ്യയുടെ അച്ഛനുണ്ട്, അമ്മയുണ്ട്, പിന്നെന്താ അതായത് രമ്യയുടെ അനിയത്തി രേഷ്മ, അവൾക്കൊരു ചാനലുണ്ട് കേട്ടോ. ഇവർക്ക് 2 കുട്ടികളാണുള്ളത്, ഒരു മോനും ഒരു മോളും. പിന്നെ എന്താ ഇത് ചേട്ടൻ്റെ മൂത്ത പെങ്ങളാണ് ചേച്ചി, എൻ്റെ നാത്തൂൻ ചേച്ചി. അപ്പോൾ ചേച്ചിക്ക് ഒരു മോളുണ്ടായിരുന്നു, മരിച്ചുപോയി. ആ മോൾക്ക് 2 കുട്ടികളുണ്ട് കേട്ടോ, ഒരു മോനും മോളുണ്ട്. അപ്പോൾ ഈ രമ്യയുടെ വീടിൻ്റെ കുറച്ച് മാറിയാണ് കേട്ടോ ഈ ചേച്ചിയുടെ വീട്. അപ്പോൾ ഞങ്ങൾ അവിടെ വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ചേച്ചി ഇങ്ങോട്ട് പോകുന്നതാണ്. അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ ചേച്ചീനെയും കണ്ടു. പിന്നെ ഇത് എന്താ ഇവിടെ ഇത് രമ്യയുടെ അമ്മയാണ്, പേര് ഇന്ദിര എന്നാണ്. അച്ഛനും ഉണ്ട് കേട്ടോ അവിടെ. രമ്യയുടെ അമ്മയും അച്ഛനും വീഡിയോയിൽ വരില്ല കേട്ടോ. അപ്പോൾ രേഷ്മ അമ്മ അറിയാതെയാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ചായ കുടിയൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം അവിടെ നിന്ന് സംസാരിച്ചിട്ടോ. അപ്പോൾ രമ്യയ്ക്ക് ഒരു ആങ്ങളെയും കൂടി ഉണ്ട് കേട്ടോ. ഭാര്യയുണ്ട്, ഒരു കൊച്ചുണ്ട്. എന്താ രമ്യയുടെ നാത്തൂന് അവിടെ കുഞ്ഞിനെ ഉറക്കിക്കൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ടാണ് വീഡിയോയിൽ വരാത്തത്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് നേരം ഇന്ന് വർത്താനമൊക്കെ പറഞ്ഞു ചായ കുടിയും കഴിഞ്ഞിട്ട് ഇറങ്ങാൻ പോവുകയാണ്. അപ്പോൾ എന്താ പീലിമോളും കുഞ്ഞുവാവയൊക്കെ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. ഇങ്ങനെ എല്ലാവരുമായിട്ട് ഈ എല്ലാ വീട്ടിലും കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അവരോടെയൊക്കെ കുറേ നേരം ഇന്ന് കളിക്കുകയൊക്കെ ചെയ്തവർ. പീലിമോൾക്കാണെങ്കിൽ ഉറക്കം വരുന്നുണ്ട്, അതിൻ്റെ വാശിയും തുടങ്ങി. കുഞ്ഞാവേണേ പോകാമെന്ന് പറഞ്ഞിട്ട് സമ്മതിക്കുന്നില്ല കേട്ടോ. ഞാൻ എടുത്തപ്പോഴേക്കും അവൾ ഇറങ്ങി. അവൾക്ക് പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നടക്കാമെന്ന് വെച്ചാൽ മുമ്പോട്ട് നടക്കില്ല കേട്ടോ, പുറകോട്ടേ നടക്കുള്ളൂ. കുറച്ച് നേരം നിൽക്കും, പിന്നെ പുറകോട്ട് നടക്കും, അങ്ങനെയൊക്കെയാണ്. പിന്നെ ഒരു കണക്കിന് അവളെ പിടിച്ച് വലിച്ച് പറഞ്ഞ എടുത്തുകൊണ്ട് പോകുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ 6 മണിയായപ്പോഴേക്കും മരുന്നടയിൽ നിന്നും എറണാകുളത്തേക്കുള്ള ബസ് കയറി ഹൈക്കോർട്ടിൽ പോയി ഇറങ്ങി. അങ്ങനെ ഞങ്ങളിത് ബസ്സിൽ നിന്ന് ഇറങ്ങിയപ്പോഴേക്കും അവിടെ ഒരു മാവേലി നിൽക്കുന്നു കേട്ടോ. നമ്മുടെ മറൈൻ ഡ്രൈവിൽ ഷോപ്പിംഗ് കോംപ്ലക്സിൻ്റെ അവിടെ മാവേലി നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ആ മാവേലിയുടെ കൂടെ നിന്ന് ഫോട്ടോയും വീഡിയോസൊക്കെ എടുത്തു. പിന്നെ നേരെ വീട്ടിലേക്ക് പോന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ ഫാമിലി വിശേഷം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. എല്ലാവർക്കും ഹാപ്പി ഓണം. അടുത്ത വീഡിയോ കാണാം കേട്ടോ. ബായ്.